ആ ലോകത്ത് മാജിക്കാണ് എല്ലാം. ആൾക്കാർ പണി ചെയ്യാൻ തുടങ്ങി, ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ മാജിക്കാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ലോകത്തിലേക്ക് ഒരു കുട്ടി ഒരു തുള്ളി പോലും മാജിക് ഇല്ലാണ്ട് ജനിക്കുവാണ്. മാജിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തു നിന്നെല്ലാം അവഗണനകളെല്ലാം ആയിരിക്കും ആ പുള്ളിക്ക് നേരിടേണ്ടി വരിക. പിന്നെ അവൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാജിക് യൂസ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ആളായിട്ടുള്ള വിസാർഡ് കിങ് എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഈ മാജിക് ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ കുട്ടി എങ്ങനെ വിസാർഡ് കിങ് ആവാൻ അവന് സാധിക്കുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു കിടിലൻ ആനിമയാണ് ബ്ലാക്ക് ക്ലോ. ഈ ഒരു ക്യാരക്ടറിന് നമ്മളെപ്പോലുള്ള മനുഷ്യരെ ഇൻസ്പയർ ചെയ്യാൻ ഭയങ്കരമായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ ആനിമയായിട്ട് കാണുന്നത് എത്രയോ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആണ് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലെറ്റ്സ് ബിഗിൻ. രണ്ട് കുട്ടികളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ ആനിമി സ്റ്റാർട്ട് ചെയ്യുന്നത്. മാതാപിതാക്കൾ ഉപേക്ഷിച്ചിട്ട് പോയ രണ്ട് കുട്ടികളെ ആ ഒരു ചർച്ചിൽ വളർത്താൻ വേണ്ടി തുടങ്ങുവാണ്. അതിൽ ഒരു കുട്ടീൻ്റെ പേര് ആസ്റ്റ എന്നും മറ്റേ കുട്ടീൻ്റെ പേര് യൂനോ എന്നുമാണ്. അതിനകത്ത് ആസ്റ്റ എന്ന് പറയുന്ന കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. യൂനോ അധികം ആക്റ്റീവ് ഒന്നും അല്ലാത്ത ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുമാണ്. ആദ്യം തന്നെ ഓനെ കളിപ്പിക്കാൻ വന്ന ആ ഒരു ഫാദറിനെ മൂക്കിനിട്ട് ചെറിയൊരു ചവിട്ടൊക്കെ കൊടുത്തിട്ട് ചോരയൊക്കെ ഒലിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആസ്റ്റ. ആ ഒരു സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് 15 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ആസ്റ്റയ്ക്കും യൂനോയ്ക്കും 15 വയസ്സായിരിക്കുകയാണ്. സിസ്റ്റർ ലില്ലി, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ കല്യാണം കഴിക്കുമോ? വേറെ ഒന്നല്ല, ആസ്റ്റയ്ക്ക് സിസ്റ്റർ ലില്ലി എന്ന് പറഞ്ഞിട്ട് ആ ചർച്ചിലുള്ള ഒരു സിസ്റ്ററിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ ഏജ് തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഇത് ആദ്യത്തെ വട്ടം ഒന്നല്ല, ഇപ്പൊ കുറെ നാളായിട്ട് ആസ്റ്റ സിസ്റ്റർ ലില്ലിന്റെ പുറകെ തന്നെയാണ്. വശം കെട്ടിട്ട് സിസ്റ്റർ ലില്ലി അവളുടെ വാട്ടർ മാജിക് വെച്ചിട്ട് ചെറിയൊരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ആസ്റ്റയ്ക്ക്. പക്ഷെ ഒരു കാര്യമില്ല, ആസ്റ്റ പിന്നെ എഴുന്നേറ്റ് എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങോട്ടേക്ക് ഇതുപോലെ തന്നെ ഈ ചർച്ചിൽ താമസിക്കുന്ന പാരന്റ്സ് ഇല്ലാത്ത കുറച്ച് കുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആസ്റ്റനെ കളിയാക്കുന്ന പോലെ അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആസ്റ്റ പെട്ടെന്ന് യൂനോന്റെ നേരെ ചെന്നിട്ട് എന്തിനാടാ നീ ഇപ്പം ഇങ്ങോട്ട് വന്ന്, നീ എന്തിനാടാ ഇതിനകത്ത് ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ യൂനോ ആണെങ്കിൽ ഭയങ്കര കൂളായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അവൻ ആ ഒരു കൂൾനെസ്സിൽ തന്നെ അവന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നിന്നെ ഒരിക്കലും പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നീ ഭയങ്കര നോയിസിയാണ്, നീ ഷോർട്ടാണ്, നിന്നെ ഒരു പെണ്ണിന് ഇഷ്ടപ്പെടാൻ പാകത്തിനുള്ള ഒന്നും നിന്നിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ആ പള്ളിയിലുള്ള എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും മാജിക് എബിലിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ആസ്റ്റയ്ക്ക് മാത്രമാണ് അങ്ങനത്തെ ഒരു പവറും ഇല്ലാത്തത്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ആസ്റ്റ യൂനോനെ വെല്ലുവിളിക്കാണ്. എടാ വാടാ, നമുക്കിപ്പം ഇവിടെ 1v1 വാടാ നീ. അപ്പൊ നമ്മുടെ യൂനോ ആണെങ്കിൽ ഭയങ്കര കാമായിട്ട് ഇല്ല, എടാ ഞാനിപ്പ കാണിച്ചു തരാടാ, എടാ വാടാ, ഇതാ ജീംബൂംബാ. അവൻ മാജിക് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു മാജിക് പോലും അവനിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മുടെ സിസ്റ്റർ ലില്ലിനെ പോയിട്ട് യൂനോ സഹായിക്കുന്നുണ്ട് അവന്റെ വിൻ മാജിക് യൂസ് ചെയ്തിട്ട്. അവൻ ഗ്രിംവാർ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മാജിക് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അവൻ ഭയങ്കരമായിട്ട് മാജിക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കഴിവുള്ള കുട്ടിയാണ്, ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് യൂനോ. 15 വയസ്സായി കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഗ്രിംവാർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കിട്ടും. അത് ബേസിക്കലി അവർക്ക് മാജിക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ആസ്റ്റയ്ക്കും യൂനോയ്ക്കും ആ ഗ്രിംവാർ കിട്ടാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ആസ്റ്റയ്ക്ക് ഒരു കുറച്ച് പോലും മാജിക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റർ ലില്ലി അവനിങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഗ്രിംവാർ നിന്റെ കൈ കിട്ടി കഴിയുമ്പോൾ നിനക്ക് ഭയങ്കരമായിട്ട് മാജിക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ആസ്റ്റ ഇങ്ങനെ പറയും, എനിക്ക് ഏറ്റവും നല്ല ഗ്രിംവാർ തന്നെ കിട്ടും, നമുക്ക് ഈ ക്രംബ്ലിംഗ് ആയിട്ടുള്ള ഈ ചർച്ച് നമുക്ക് ശരിയാക്കണം അല്ലേ യൂനോ എന്ന് പറഞ്ഞിട്ട് യൂനോന്റെ നേരെ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പൊക്കും. പക്ഷെ യൂനോ അതൊന്നും മൈൻഡ് ആക്കാണ്ട് കയറി പോകും. ഇത് കണ്ടതിന് ശേഷം ആസ്റ്റയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് ആസ്റ്റ ആ മതില് ചാടി ഇറങ്ങി ഓടും. ശരിക്കും പറഞ്ഞാല് ഈ ആസ്റ്റയും യൂനോയും ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഒരുമിച്ചുള്ള ആൾക്കാരാണ്. ഈ യൂനോ ശരിക്കും പറഞ്ഞാല് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുന്ന ഒരു ക്രൈ ബേബി പോലത്തെ ഒരു ആളെ. പക്ഷെ ഒരു ദിവസം ഒരു ചർച്ചിലേക്ക് വന്ന സമയത്ത് യൂനോ ആസ്റ്റനെയും കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. ആസ്റ്റ മൊത്തത്തിൽ രക്തത്തിൽ കുളിച്ച് നിൽക്കായിരുന്നു. ആ ഒരു ദിവസത്തിന് ശേഷം യൂനോ കരഞ്ഞിട്ടില്ല. ഇതൊക്കെ സിസ്റ്റർ ലില്ലിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം എല്ലാ തവണയും ആസ്റ്റ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ ചെളിയിൽ കുടിച്ചിട്ടുണ്ടാവും. ഐ വണ്ടർ അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്ത്. 997, 998, 999. അവന് മാജിക് ഒരു കുറച്ച് പോലും യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവന്റെ ഫിസിക് അവൻ എത്രമാത്രം ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം അവൻ കഠിനമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം 15 വയസ്സായ എല്ലാ കുട്ടികൾക്കും ഗ്രിംവാർ കിട്ടുന്ന സമയമായിരിക്കുകയാണ്. അങ്ങനെ ആ ഇത് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ആസ്റ്റയും യൂനോയും എത്തിയിരിക്കുകയാണ്. ഈ ഗ്രിംവാർ ബേസിക്കലി ഒരു ബുക്കാണ്. ആ ഒരു ബുക്ക് തന്നെയാണ് അതിന്റെ ഓണറിനെ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ സമയമായിരിക്കുകയാണ്, എല്ലാവരുടെയും ബുക്ക് അവരവരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. പാവം നമ്മുടെ ആസ്റ്റ, വിധി അവന് കാത്തുവെച്ചത് കളിയാക്കലുകളും പരിഹാസങ്ങളും മാത്രം. ഇപ്പൊ അവന് മാത്രമാണ് ആ
കുട്ടികളെല്ലാവരും വന്നതിൽ ഗ്രിംവാർ ഇല്ലാത്തത്. അതേസമയം നമ്മുടെ യൂനോന്റെ ഗ്രിംവാർ തിളങ്ങാൻ തുടങ്ങി. അതിന് 4 ക്ലോവർ ഉണ്ടായിരുന്നു. അതൊരു 4 ക്ലോവർ ഉള്ള ഒരു ഗ്രിംവാർ എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന സമയത്ത് കുറച്ച് പേർക്ക് മാത്രം കുറച്ച് ഈഗോ കടിക്കുന്നുണ്ട്. കാരണം ഇവനൊരു സാധാരണക്കാരനായ ഒരുത്തനാണ്, ഇവനൊരു നോബിൾ അല്ല, ഇവൻ അല്ലെങ്കിൽ ഒരു റോയൽ അല്ല. പക്ഷെ ഇവൻ എന്തുകൊണ്ട് ഇത്ര നല്ലൊരു ഗ്രിംവാർ കിട്ടി എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആസ്റ്റനെയാണ് കാണിക്കുന്നത്. ഇത്രയും നാളും എനിക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റിയില്ല, ഈ ഗ്രിംവാർ കിട്ടിയാലെങ്കിലും എനിക്കൊരു മാജിക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഗ്രിംവാർ പോലും കിട്ടിയില്ല. എന്നിട്ട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, I won't give up that easily! You're not winning this round, Fate! Don't underestimate me! ഏകദേശം ഇവൻ്റെ ഫാമിലി നിന്നായാലും പുറത്തു നിന്നായാലും അതുപോലെ തന്നെ ഇപ്പോൾ ആ ഗ്രിംവാർ മേടിക്കാൻ പോയപ്പോൾ അവിടെയുള്ളവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കിട്ടി എല്ലാവരുടെയും കളിയാക്കൽ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്തായിരിക്കും അവൻ്റെ ഹൃദയത്തിലൂടെ ഓടുന്നത് അല്ലെങ്കിൽ അവൻ്റെ ബ്രെയിനിലൂടെ ഓടുന്നത്? ഇവൻ്റെ മനസ്സിലൂടെ ഓടിയ കാര്യമാണ് ഇവനിപ്പോൾ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത, നമ്മളെ എത്രമാത്രം ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെന്ന്. അടുത്ത ഷോട്ടിൽ നമ്മളെ കാണിക്കുന്നത് യൂനോയിനാണ്. അവനിപ്പം അവിടെയുള്ള 2 കുട്ടികൾ, 15 വയസ്സായിട്ടുള്ള അവൻ്റെ കൂടെ തന്നെ ഗ്രിംവാർ കിട്ടിയ 2 കുട്ടികൾ അവനെ തടഞ്ഞു വെച്ചേക്കും. ഇവന് ഈ 4 ലീഫ് ക്ലോവർ ഗ്രിംവാർ കിട്ടിയത് അസൂയയായിട്ട് ഇഷ്ടപ്പെടാത്ത 2 കുട്ടികളാണ് ഇപ്പോൾ അവരുടെ നേരെ വന്നേക്കുന്നത്. അവൻ്റെ നേരെ വന്നും കണ്ട് അവർ ഗ്രിംവാർ തുറന്നും കണ്ട് അവന് നേരെ ഒരു മാജിക് യൂസ് ചെയ്യും. വിത്തൗട്ട് ഈവൻ ഓപ്പണിംഗ് ദ ഗ്രിംവാർ അവൻ ആ മാജിക്കിനെ ഡിസ്പ്ലേ ചെയ്യും. ഇത് കണ്ട് ആ 2 കുട്ടികൾ ഞെട്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു മതിലുകളുടെ ഇടയിലൂടെ കുറെ ചെയിൻസ് വന്നിട്ട് ആ 2 കുട്ടികളെയും ആ ഭിത്തിയിലേക്ക് കെട്ടിയിടും. ഇപ്പം ആ ചെയിൻ മാജിക് യൂസ് ചെയ്യുന്ന പുള്ളി നേരത്തെ ഒരു നൈറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മാജിക് നൈറ്റ് ആയിരുന്നു. ബേസിക്കലി ആ രാജ്യത്തുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കുന്ന, ഈ രാജ്യത്ത് നമ്മളൊക്കെ പോലീസ് ഉള്ള പോലെ ആ രാജ്യത്തുള്ള ആൾക്കാരാണ് മാജിക് നൈറ്റ്സ്. അവൻ അത്ര നല്ല മനുഷ്യനല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവനെ മാജിക് നൈറ്റ്സ് നിന്ന് പിരിച്ചു വിട്ടേക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവൻ അങ്ങോട്ട് വന്നേക്കുന്നത് നമ്മുടെ യൂനോന്റെ ഗ്രിംവാർ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രിംവാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് ബ്ലാക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് അവൻ നമ്മുടെ യൂനോന്റെ ഗ്രിംവാർ കൈക്കലാക്കാണ്. എന്നിട്ട് അവൻ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ ഇതാണ്ട് ആസ്റ്റ വന്നേക്കുന്നു. അത് യൂനോന്റെ ഗ്രിംവാറാണ്, അത് യൂനോയ്ക്ക് തിരിച്ചു കൊടുക്കുക. അവൻ നമ്മുടെ ആസ്റ്റനെ ഫൈറ്റ് ചെയ്തും ഒരു മൂലയിൽ ഒട്ടിക്കുകയാണ്. അന്നേരം നമ്മുടെ ആസ്റ്റ ഞാൻ വിസാർഡ് കിങ് ആവും. ഓ വിസാർഡ് കിങ്, നീ വിസാർഡ് കിങ് ആവോ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, എൻ്റെ ഈ ചെയിൻ ഉണ്ടല്ലോ, അത് നിന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിനക്ക് എത്രമാത്രം മാജിക്കൽ പവർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ ചെയിൻ നിന്റെ നേരെ ചുറ്റിയപ്പം എനിക്ക് മനസ്സിലായി നിനക്ക് 0% ആണ് നിന്റെ മാജിക് എബിലിറ്റി. അത് കേൾക്കുന്ന നമ്മുടെ ആസ്റ്റ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. ഇവനീ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ എത്രമാത്രം ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല, എനിക്കൊരു തുള്ളി പോലും മാജിക് ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും മാജിക് യൂസ് ചെയ്യാൻ പറ്റില്ല. നിന്നെ പോലത്തെ ഒരു തുള്ളി പോലും മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു തന്നെ ഈ ലോകത്തിന് പോലും വേണ്ടടാ. എനിക്ക് ഉറപ്പാ അവിടെ മാറി നിൽക്കുന്ന യൂനോ എന്ന് പറയുന്ന നിന്റെ ബ്രദർ പോലും നിന്റെ ഈ അവസ്ഥ കണ്ട് ചിരിക്കുന്നുണ്ടാവും. അതെ, അവൻ പോലും ചിരിക്കുന്നുണ്ടാവും. അവൻ നല്ല ഗ്രേറ്റ് ആണ്, അവന് ഒരുപാട് മാജിക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവനൊരു 4 ലീഫ് ക്ലോവർ ഗ്രിംവാർ വരെ ചൂസ് ചെയ്തു. ഗീവ് അപ്പ്, നീ ജനിച്ചത് പോലും തോൽക്കാൻ വേണ്ടിയിട്ടാണ് ലൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അതെ, ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ലോകത്ത് പോസിബിൾ ആയിട്ടുള്ള തിങ്സ് മാത്രമല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള തിങ്സും ഉണ്ട്. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഐ ഷുഡ് ഗിവ്. ഹേയ് നിർത്തടാ, നീ എന്തറിഞ്ഞിട്ട് ആസ്റ്റ എന്നെ ലൂസർ എന്ന് വിളിക്കുന്നത്? ആസ്റ്റ, അവൻ പറഞ്ഞല്ലോ ഒരു കാര്യം ശരിയാ, നീ ഒരിക്കലും വിസാർഡ് കിങ് ആവാൻ പോകുന്നില്ല. അതിനുള്ള ഏക കാരണം ഞാനാണ് വിസാർഡ് കിങ് ആവാൻ പോകുന്നത്. യു ആർ മൈ റൈവൽ. ആസ്റ്റയ്ക്ക് വേണ്ടത് എന്താണോ അത് അവിടെ കിട്ടിയവന്. അവൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും. ആസ്റ്റന്റെ ഫേസ് കണ്ടിട്ട് ആ ചെയിൻ മാജിക് യൂസ് ചെയ്യുന്ന ആള് പേടിച്ചു. നീ എന്നെ ഇത്രയും പത്തറ്റിക് സിറ്റുവേഷനിൽ കാണേണ്ടി വന്നല്ലോ യൂനോ. ജസ്റ്റ് ഗീവ് മീ എ സെക്കൻഡ്. അത് മതി, ഇവനെ ഞാൻ ഇപ്പൊ ഡിസ്ട്രോയ് ചെയ്യും. ഇവിടുന്ന് എല്ലാം ചേഞ്ച് ആവാൻ തുടങ്ങാണ്. അവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങാണ്. പെട്ടെന്ന് ആസ്റ്റന്റെ മുമ്പിലേക്ക് ഒരു ഗ്രിംവാർ അപ്പിയർ ആവാണ്. അതിന്റെ പേജസ് മറച്ചു തുടങ്ങാണ്. അതിന്റെ അകത്തുനിന്ന് ഒരു സ്വോർഡ് പുറത്തേക്ക് വരികയാണ്. അവന്റെ ഗ്രിംവാറിലെ ക്ലോവർ ഒരു 5 ലീഫ് ക്ലോവർ ഗ്രിംവാർ. സാധാരണ എല്ലാ ഗ്രിംവാറിലും 3 ലീഫ് ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് 1ാമത്തെ ലീഫ് ഇന്റഗ്രിറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു, 2ാമത്തെ ലീഫ് ഹോപ്പിനെ ചൂണ്ടിക്കാണിക്കുന്നു, 3ാമത്തെ ലീഫ് ലവിനെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അതിലെ ലീഫ് 4 എണ്ണമാകുന്ന സമയത്ത് ഒരു ഗുഡ് ലക്കാണ് വിഷ് ചെയ്യുന്നത്. എന്നാൽ ഗ്രിംവാറിലെ ക്ലോവർ 5 ലീഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഡെവിൾ താമസിക്കുന്നത്. അങ്ങനെ ആസ്റ്റന്റെ നിഴൽ ഒരു ഡീമനെ മാതിരി കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത് ബേസിക്കലി 170 എപ്പിസോഡ് വരുന്ന ഒരു ആനിമിയാണ്. ഇതുവരെ തീർന്നിട്ടില്ല, ഇനി ഇതിന്റെ ബാക്കി വരാനും ഉണ്ട്. ഇതിന്റെ സപ്പോർട്ട് അനുസരിച്ച് ഇനി വരുന്ന വീഡിയോസിൽ ഒരുപാട് എപ്പിസോഡ് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ ബാക്കി കേൾക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട
കാര്യമില്ലല്ലോ. സോ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 10-20 എപ്പിസോഡ് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഒറ്റ വീഡിയോ ആക്കി ഇടുന്നുണ്ട്. അതായിരിക്കും ബേസിക്കലി എനിക്കും എളുപ്പം നിങ്ങൾക്കും എളുപ്പം. ഇതിൻ്റെ സപ്പോർട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമായിട്ട് ഇതിൽ കുറച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹേർട്ട് ചിഹ്നം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ബ്ലാക്ക് ക്ലോവർ ഒരു കിടിലൻ ആനിമയാണെന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ബ്ലാക്ക് ക്ലോവറിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് കാണാം. ബൈ.